നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചുറ്റിക കൊണ്ടുള്ള അടിയേറ്റ വീട്ടമ്മ മരിച്ചു. ഭർത്താവിനും മകനും പരിക്ക്. ചേർത്തല അരൂക്കുറ്റി 1-ാം വാർഡിൽ പുളിന്താഴത്ത് ശരവണന്റെ ഭാര്യ വനജയാണ് കൊല്ലപ്പെട്ടത്. ചേർത്തല തുളവൂർ മഹാക്ഷേത്രത്തിൽ വിജിലൻസ് സംഘത്തിന്റെ പരിശോധന. ചൊവ്വാഴ്ച രാത്രി 9:30 വിജിലൻസ് പരിശോധന നടത്തിയത്. പരിശോധന രാത്രി 10:30 വരെ തുടർന്നു. മുഹമ്മയിലെ സ്വർണ്ണ വ്യാപാരിയുടെ മരണത്തിൽ രാസപരിശോധനാ ഫലം വേഗത്തിൽ ലഭ്യമാക്കണമെന്ന് ക്രൈംബ്രാഞ്ച്. ആലപ്പുഴയിൽ 2 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ കേസിൽ അന്വേഷണത്തിന്റെ ഭാഗമായി എക്സൈസ് സംഘം CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുന്നു. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പുതിയ തീയതിക്ക് അനുവാദം ചോദിച്ച് നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റി വിനോദസഞ്ചാര വകുപ്പിന് കത്ത് നൽകി. വിശദമായ വാർത്തകളിലേക്ക്. ചുറ്റിക കൊണ്ടുള്ള അടിയേറ്റ വീട്ടമ്മ മരിച്ചു. ഭർത്താവിനും മകനും പരിക്ക്. ചേർത്തല അരൂക്കുറ്റി പഞ്ചായത്ത് 1-ാം വാർഡിൽ പുളിന്താനത്ത് വീട്ടിൽ ശരവണന്റെ ഭാര്യ വനജയാണ് കൊല്ലപ്പെട്ടത്. ചുറ്റിക കൊണ്ടുള്ള അടിയേറ്റ വീട്ടമ്മ മരിച്ചു. ഭർത്താവിനും മകനും പരിക്ക്. ചേർത്തല അരൂക്കുറ്റി 1-ാം വാർഡിൽ പുളിന്താഴത്ത് ശരവണന്റെ ഭാര്യ വനജയാണ് കൊല്ലപ്പെട്ടത്. 52 വയസ്സായിരുന്നു. ശരവണനും മകൻ ശരത്തിനും പരിക്കുണ്ട്. ചൊവ്വാഴ്ച രാത്രി 10 മണിയോടെയാണ് സംഭവം. അയൽവാസികളായ പുളിന്താഴത്ത് ജയേഷും സഹോദരൻ വിജീഷും ചേർന്ന് ശരവണന്റെ വീട് ആക്രമിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. തർക്കത്തിനിടെ ചുറ്റിക കൊണ്ടുള്ള അടിയേറ്റാണ് വനജ കൊല്ലപ്പെട്ടത്. സംഭവത്തിന് ശേഷം ജയേഷും വിജീഷും ഒളിവിൽ പോയി. ഇരു വീട്ടുകാരും തമ്മിലുള്ള തർക്കമാണ് വീടാക്രമണത്തിനും കൊലപാതകത്തിലും കലാശിച്ചത്. പുച്ചാക്കൽ പോലീസ് എത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ടൈം ന്യൂസ് ചേർത്തല. ചേർത്തല തുറവൂർ മഹാക്ഷേത്രത്തിൽ വിജിലൻസ് സംഘത്തിന്റെ പരിശോധന. ചൊവ്വാഴ്ച രാത്രി 9:30 സംഘം പരിശോധനയ്ക്ക് എത്തിയത്. പരിശോധന 10:30 വരെ തുടർന്നു. തുറവൂർ മഹാക്ഷേത്രത്തിൽ വിജിലൻസ് പരിശോധന. രാത്രി 9:30 വിജിലൻസ് പരിശോധന നടത്തിയത്. പരിശോധന രാത്രി 10:30 വരെ തുടർന്നു. പരിശോധനാ സമയത്ത് 4ഓളം വരുന്ന ക്ഷേത്ര ജീവനക്കാരുണ്ടായിരുന്നു. ക്ഷേത്രം അടച്ച് രാത്രി 10 മണിയോടെ നടന്ന പരിശോധന ഭക്തജനങ്ങൾക്കിടയിൽ കടുത്ത ആശങ്ക പടർത്തി. പരിശോധനയിൽ പ്രത്യേകതയില്ലെന്നും സ്വാഭാവിക പരിശോധനയാണ് നടന്നതെന്നും വിജിലൻസ് അറിയിച്ചു. തുറവൂർ മഹാക്ഷേത്രത്തിൽ ഉദ്യോഗസ്ഥരോ താൽക്കാലിക ജീവനക്കാരോ അല്ലാതെ പുറമേ നിന്ന് ചിലർ ക്ഷേത്രഭരണം കൈയാളുന്നതായി ഭക്തജനങ്ങൾക്കിടയിൽ കടുത്ത വിമർശനം ഉയരുന്നു. പുറമേ നിന്നുള്ളവർ സാമ്പത്തിക കാര്യങ്ങൾ പോലും കൈകാര്യം ചെയ്യുന്നതായി പറയപ്പെടുന്നു. ക്ഷേത്ര അഡ്മിനിസ്ട്രേറ്റർ മിക്കവാറും അവധിയിലായിരിക്കുമെന്നും ക്ഷേത്രത്തിൽ കഴിഞ്ഞ 5 വർഷമായി ഒഴിഞ്ഞുകിടക്കുന്ന കഴകം, തേമ്പില പോലുള്ള സുപ്രധാന ഒഴിവുകളിൽ താൽക്കാലിക നിയമനം പോലും നടന്നിട്ടില്ല. ഇത്തരം പ്രവൃത്തികൾ ക്ഷേത്രത്തിലെ പുറമേ നിന്ന് വന്ന് ആളാകുന്ന ചിലരാണ് ഇഷ്ടക്കാരെ ഏൽപ്പിക്കുന്നതെന്നും പറയപ്പെടുന്നു. കൂടാതെ ഞായർ, വ്യാഴം ദിവസങ്ങളിൽ ഇരുനടകളിലും തുലാഭാരം, മറ്റ് വഴിപാടുകളിൽ നിന്നും കിട്ടുന്ന അരി, പഞ്ചസാര, പഴം, ശർക്കര എന്നിവ ക്ഷേത്രത്തിലെ ചിലരുടെ ഇഷ്ടത്തിനൊത്ത് പുറത്തേക്ക് കടത്തുന്നതായും ഭക്തജനങ്ങൾക്കിടയിൽ ആക്ഷേപം ശക്തമാണ്. ഏതായാലും കുറേ നാളുകളായി തുറവൂർ മഹാക്ഷേത്രത്തിലെ ഭരണ സംവിധാനത്തിലുള്ള താളപ്പിഴകൾ ഭക്തജനങ്ങൾക്കിടയിൽ ചില്ലറ ബുദ്ധിമുട്ടല്ല ഉണ്ടാക്കുന്നത്. 10,000 എത്തുന്ന ക്ഷേത്രത്തിൽ നിലവിലുള്ള ശോചനീയാവസ്ഥയ്ക്ക് അധികൃതർ ഉടനടി പരിഹാരമുണ്ടാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണം എന്നതാണ് ഭക്തജനങ്ങളുടെ ആവശ്യം. തുറവൂരിൽ നിന്നും പ്രസാദ് കൃഷ്ണൻകുട്ടി, ടൈം ന്യൂസ്. മുഹമ്മയിലെ സ്വർണ്ണ വ്യാപാരിയുടെ മരണത്തിൽ രാസപരിശോധനാ ഫലം വേഗത്തിൽ ലഭ്യമാക്കണമെന്ന് ക്രൈംബ്രാഞ്ച് സംഘം. പോലീസ് കസ്റ്റഡിയിലിരിക്കെ സ്വർണ്ണ വ്യാപാരി വിഷം ഉള്ളിൽ ചെന്ന് മരിച്ച സംഭവത്തിൽ രാസപരിശോധനാ ഫലം എത്രയും വേഗം ലഭ്യമാക്കണമെന്ന് കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘം തിരുവനന്തപുരം ഫോറൻസിക് ലാബ് അധികൃതർക്ക് കത്ത് നൽകി. മരണകാരണം സ്ഥിരീകരിക്കാൻ ഇതാവശ്യമാണെന്ന് ക്രൈംബ്രാഞ്ച് SP AP ഷൗക്കത്ത് അലി പറഞ്ഞു. പൊന്നാട് പണിക്കാപ്പറമ്പിൽ രാധാകൃഷ്ണന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് നടക്കുന്നത്. കളവ് മുതൽ വാങ്ങിയെന്ന പരാതിയിൽ വ്യാപാരിയെ കടുത്തുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്ത ശേഷം പിറ്റേന്ന് മുഹമ്മയിലെ ജ്വല്ലറിയിൽ എത്തിച്ച് തെളിവെടുക്കുമ്പോഴായിരുന്നു കുഴഞ്ഞു വീണത്. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ചു. പോസ്റ്റ്മോർട്ടത്തിൽ വിഷം ഉള്ളിൽ ചെന്നതായി കണ്ടെത്തി. ലോക്കപ്പ് മർദ്ദന സാധ്യതയും ഇതിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ആന്തരിക അവയവങ്ങളുടെ സാമ്പിളുകളും ജ്വല്ലറിയിൽ നിന്ന് ശേഖരിച്ച രാസവസ്തുക്കളുടെ സാമ്പിളുകളുമാണ് രാസപരിശോധനയ്ക്ക് അയച്ചത്. ഇതിന്റെ ഫലം വേഗത്തിൽ ലഭിക്കുന്നത് അന്വേഷണം മുന്നോട്ട് നീങ്ങാൻ സഹായകരമാകുമെന്ന് SP അറിയിച്ചു. കസ്റ്റഡി പീഡനം ആരോപിച്ച് വ്യാപാരിയുടെ മകൻ PR രതീഷ് നൽകിയ പരാതിയിലാണ് അന്വേഷണം. ആരോപണ വിധേയനായ കടുത്തുരുത്തി പോലീസ് ഇൻസ്പെക്ടർ TS റനീഷ്, ജ്വല്ലറിയിൽ തെളിവെടുപ്പ് സമയത്തുണ്ടായിരുന്ന പോലീസുകാർ, സാക്ഷികൾ തുടങ്ങിയവരുടെ മൊഴി രേഖപ്പെടുത്തി. വ്യാപാരി കടുത്തുരുത്തി പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിലായിരുന്നപ്പോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ചില പോലീസുകാരുടെ കൂടി മൊഴിയെടുക്കാനുണ്ട്. മുഖ്യമന്ത്രിക്കടക്കം രാധാകൃഷ്ണന്റെ മകൻ നൽകിയ പരാതിയെ തുടർന്നാണ് ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറിയത്. ടൈം ന്യൂസ് ആലപ്പുഴ. ആലപ്പുഴയിൽ 2 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ എക്സൈസ് സംഘം CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുന്നു.
2 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ കേസിൽ അന്വേഷണത്തിന്റെ ഭാഗമായി CCTV ദൃശ്യങ്ങളും ശേഖരിക്കുന്നു. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ പ്രതികൾ തങ്ങിയതും യാത്ര ചെയ്തതുമായ സ്ഥലങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് എക്സൈസ് അന്വേഷണ സംഘം ശേഖരിക്കുന്നത്. കഞ്ചാവ് കടത്തിനും വിൽപ്പന നടത്തുന്നതിനും പ്രതികളെ ആരെങ്കിലും സഹായിച്ചോ എന്നതുൾപ്പെടെയാണ് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കുന്നത്. 6 കിലോഗ്രാം ഹൈബ്രിഡ് കഞ്ചാവാണ് പ്രതികൾ കടത്തിയതെന്ന വിവരം ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇതിൽ 3 കിലോഗ്രാം മാത്രമാണ് ഓമനപ്പുഴയിലെ റിസോർട്ടിൽ നിന്നും പിടികൂടാനായത്. ബാക്കി കഞ്ചാവ് എവിടെയെന്നും എക്സൈസ് അന്വേഷിക്കുന്നുണ്ട്. പ്രതികളും സിനിമാ നടന്മാരുമായുള്ള ബന്ധവും അന്വേഷിക്കുന്നുണ്ട്. വാട്സാപ്പ് വഴി ചാറ്റ് ചെയ്തെന്ന നടൻ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ലഹരി വസ്തുക്കൾ കൈമാറിയോ എന്നും സാമ്പത്തിക ഇടപാട് നടത്തിയോ എന്നും പരിശോധിക്കും. വിഷു, ഈസ്റ്റർ അവധി ദിവസങ്ങളായതിനാൽ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരാഴ്ചയോളം വൈകും. പരമാവധി വിവരങ്ങൾ ശേഖരിച്ച ശേഷം 3 പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങി ഒന്നിച്ച് ചോദ്യം ചെയ്തേക്കും. പ്രതികളും നടന്മാരും തമ്മിലുള്ള പങ്ക് വ്യക്തമായ ശേഷമേ നടന്മാരുടെ മൊഴി രേഖപ്പെടുത്തൂ. കള്ളക്കടത്തുമായി ബന്ധമുണ്ടെങ്കിൽ നടന്മാരെ പ്രതി ചേർക്കുമെന്നും എക്സൈസ് അന്വേഷണ സംഘം അറിയിച്ചു. ചെന്നൈ, തിരുവല്ലൂർ, കത്തിവാക്കം, ഉലകനാഥപുരം, 800 4th സ്ട്രീറ്റ് നമ്പർ 85-ൽ താമസിക്കുന്ന കണ്ണൂർ സ്വദേശി തസ്ലീമ സുൽത്താന, ഇവരുടെ സഹായിയും ഡ്രൈവറുമായ മണ്ണഞ്ചേരി മല്ലംവിളി കെ ഫിറോസ്, തസ്ലീമയുടെ ഭർത്താവ് സുൽത്താൻ അക്ബർ അലി എന്നിവരാണ് കേസിൽ അറസ്റ്റിലായത്. അക്ബർ അലിയുടെ സ്ഥാപനത്തിന്റെ മറവിൽ കഞ്ചാവും സ്വർണവും കള്ളക്കടത്ത് നടത്തിയെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ടൈം ന്യൂസ്, ആലപ്പുഴ. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പുതിയ തീയതിക്ക് അനുവാദം ചോദിച്ച നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റി വിനോദസഞ്ചാര വകുപ്പിന് കത്ത് നൽകി. ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പുതിയ തീയതിക്ക് അനുവാദം ചോദിച്ച നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റി വിനോദസഞ്ചാര വകുപ്പിന് കത്ത് നൽകി. സൊസൈറ്റി സെക്രട്ടറി കൂടിയായ സബ് കളക്ടർ സമീർ കൃഷ്ണനാണ് വിനോദസഞ്ചാര വകുപ്പ് ഡയറക്ടർ ശിഖ സുരേന്ദ്രന് കത്ത് നൽകിയത്. നെഹ്റു ട്രോഫി വള്ളംകളി മത്സരം ഓഗസ്റ്റ് 30 നടത്താൻ നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ധാരണയായിരുന്നു. ഈ തീയതിയിൽ വള്ളംകളി നടത്താനുള്ള അനുമതിയാണ് ആവശ്യപ്പെട്ടത്. പുതിയ തീയതി സംബന്ധിച്ച വിവരങ്ങൾ ബന്ധപ്പെട്ട ജനപ്രതിനിധികളെ അറിയിച്ചതിൽ ആർക്കും എതിർപ്പില്ലെന്നാണ് വിവരം. അതിനാൽ സംസ്ഥാന സർക്കാരിന്റെയും വിനോദസഞ്ചാര വകുപ്പിന്റെയും അനുമതി വാങ്ങുന്നതോടെ വള്ളംകളിയുടെ തീയതി ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. 1954 മുതൽ ഓഗസ്റ്റിലെ 2ാം ശനിയാഴ്ച നടത്തിയിരുന്ന വള്ളംകളിയാണ് പുതിയ തീയതിയിലേക്ക് മാറ്റുന്നത്. ടൈം ന്യൂസ്, ആലപ്പുഴ. ദേശീയപാതയിൽ ആലപ്പുഴയിൽ നിർമ്മാണത്തിലിരുന്ന ബൈപ്പാസിലെ ഗർഡറുകൾ നിലംപതിച്ച സംഭവത്തിൽ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ദേശീയപാത അതോറിറ്റി റിപ്പോർട്ട് തേടി. ദേശീയപാതയിൽ നിർമ്മാണത്തിലിരുന്ന ആലപ്പുഴ ബൈപ്പാസ് മേൽപ്പാലത്തിലെ 4 ഗർഡറുകൾ തകർന്നു വീണ സംഭവത്തിൽ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ദേശീയപാത അതോറിറ്റി റിപ്പോർട്ട് തേടി. റിപ്പോർട്ട് സമർപ്പിക്കാൻ 12-നാണ് ടീം ലീഡറോട് NHAI പ്രൊജക്ട് ഡയറക്ടർ ആവശ്യപ്പെട്ടത്. അടുത്ത ദിവസങ്ങളിൽ റിപ്പോർട്ട് സമർപ്പിച്ചേക്കും. മറ്റു ഗർഡറുകൾ സമാനമായി തകർന്നു വീഴാതിരിക്കാൻ ഗർഡറുകൾ ഉയർത്തി സ്ഥാപിക്കുമ്പോൾ തന്നെ വശങ്ങളിൽ സ്ഥാപിക്കുന്ന ബീമുകൾ ഉറപ്പിക്കാനും ക്രോസ് ബേസിംഗ് ചെയ്യാനും നിർദ്ദേശവും നൽകി. ഉയർത്തിവെച്ച മറ്റു ഗർഡറുകളിലും അപകടശേഷം ക്രോസ് ബേസിംഗ് ചെയ്തിരുന്നു. ഇനി ഉയർത്തിവെക്കുന്നവയിലും സമയതാമസമില്ലാതെ ക്രോസ് ബേസിംഗ് ചെയ്ത് ബലം ഉറപ്പാക്കാനാണ് നിർദ്ദേശം. പാലത്തിന്റെ നിർമ്മാണത്തിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ സ്വീകരിച്ച നടപടികളെക്കുറിച്ചും റിപ്പോർട്ട് നൽകിയേക്കും. അപകടത്തിന് കാരണക്കാരായവരെയും ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. ആലപ്പുഴ ബൈപ്പാസിലെ 17, 18 തൂണുകൾക്കിടയിലെ 4 ഗർഡറുകളാണ് 3 രാവിലെ 10:30 ഒന്നിച്ച് നിലംപതിച്ചത്. 18, 19 തൂണുകൾക്കിടയിലെ ഗർഡറുകളും തൂണുകളും ബന്ധിപ്പിച്ചിരുന്ന പ്ലാങ്ക് ഇളക്കി മാറ്റാൻ ഫോണിലൂടെ നിർദ്ദേശിക്കുകയും എന്നാൽ തൊഴിലാളികൾ സ്ഥലം മാറി മറ്റൊരിടത്ത് പ്ലാങ്ക് ഇളക്കുകയും ചെയ്തതാണ് അപകടത്തിന് കാരണമായതെന്നാണ് നിഗമനം. ടൈം ന്യൂസ്, ആലപ്പുഴ. ചേർത്തല സർഗം കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ ലീന രാജു പുതിയാട്ടിന്റെ പുസ്തക പ്രകാശന കർമ്മം നടന്നു. മുൻ അഡ്വക്കേറ്റ് AM ആരിഫ് പ്രകാശന കർമ്മം നിർവഹിച്ചു. ചേർത്തല സർഗം കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ നടത്തിയ ലീന രാജു പുതിയാട്ടിന്റെ പുസ്തക പ്രകാശനം മുൻ AM ആരിഫ് നിർവഹിച്ചു. ലീന രാജു പുതിയാടിൻ്റെ 2ാമത്തെ കവിതാ സമാഹാരമാണ് തോട് പൊട്ടുന്ന മൗനങ്ങൾ. 2ാമത്തതും ആദ്യത്തതും 50 വീതമുള്ള ഒരു കവിതകളുടെ സമാഹാരമാണ്. ആദ്യത്തെ കവിത മൺചരാത് എന്നത് 50 കവിതകളുടെ സമാഹാരമാണെങ്കിൽ ഇതും 50 കവിതകളുടെ സമാഹാരമാണ്. 50 എന്ന അക്കത്തോട് കവി അലിയാർ സാറിൻ്റെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ 50നോട് സന്ധി ചെയ്തുവോ 50നോട് യുദ്ധം ചെയ്യുന്നുവോ എന്നെനിക്കറിയാൻ പാടില്ല. എന്തായാലും 50-ലൊരു സന്ധി ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അതിൽ 50 അവസാനിപ്പിച്ചുകൊണ്ടാണ് സമാഹാരങ്ങൾ നമുക്ക് സമാഹരിച്ചു നൽകുന്നത്. ചേർത്തല NSS യൂണിയൻ ഹാളിൽ നടന്ന സമ്മേളനത്തിൽ ആർട്ടിസ്റ്റ് PG ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. ഗോവ NSS ജനറൽ സെക്രട്ടറി PV സുരേഷ് കുമാർ ആദ്യ പുസ്തകം ഏറ്റുവാങ്ങി. ലീന രാജുവിൻ്റെ 50 കവിതകളടങ്ങിയ തോട് പൊട്ടുന്ന മൗനങ്ങൾ എന്ന പുസ്തക പരിചയം ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് അലിയാർ M മാക്കിയിൽ നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ, വൈസ് ചെയർമാൻ TS അജയകുമാർ, വാർഡ് കൗൺസിലർ A അജി, B സലിം, മധു കാവുങ്കൽ എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ചേർത്തല തങ്കിപ്പള്ളിയിൽ വിശുദ്ധ വാരനാളുകളിൽ നേർച്ചക്കഞ്ഞി വിതരണം ചെയ്യുന്നതിനുള്ള മൺചട്ടികൾ എത്തിച്ചു.
പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ചേർത്തല തങ്കിപ്പള്ളിയിൽ വിശുദ്ധ വാരനാളുകളിൽ നേർച്ചക്കഞ്ഞി വിതരണം ചെയ്യാൻ മൺചട്ടികളെത്തി. വെള്ളിയാഴ്ചയിലും മറ്റു പ്രധാന ദിവസങ്ങളിലും ഇവിടെ നേർച്ചക്കഞ്ഞി വിതരണം ഉണ്ടെങ്കിലും വിശുദ്ധ വാരനാളുകളിൽ മാത്രമാണ് ചട്ടികളിൽ വിതരണം നടത്തുന്നത്. മറ്റു ദിവസങ്ങളിൽ സ്റ്റീൽ പാത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. 1936 ഈ പ്രദേശത്തെ വീട്ടമ്മമാർ പിടിയേരി കൂട്ടി ലഭിച്ച പണം ഉപയോഗിച്ചാണ് പള്ളിയിലേക്ക് ക്രിസ്തുവിന്റെ അത്ഭുത തിരുസ്വരൂപം വാങ്ങിയത്. തുടർന്ന് പ്രാർത്ഥനയിലും ഉപവാസത്തിലും വിശ്വാസികൾ രാപ്പകൽ കഴിഞ്ഞപ്പോൾ പലരും പള്ളിമുറ്റത്ത് കഞ്ഞി വെച്ച് വിതരണം ചെയ്തു. അന്ന് മൺചട്ടികളായിരുന്നു പ്രധാനം. ഇതിന്റെ സ്മരണയിൽ ഇന്നും മൺചട്ടികളിൽ കഞ്ഞി വിതരണം ചെയ്യുന്നു. ആലുവയിലെ സമ്പന്നമായ കളിമൺപാടത്ത് തങ്കിപ്പള്ളിയിലേക്ക് 5000-ഓളം ചട്ടികളാണ് എത്തിക്കുന്നത്. 500 ചാക്ക് അരിയാണ് ഇത്തവണ നേർച്ചക്കഞ്ഞിയായി എത്തിച്ചിട്ടുള്ളത്. പെസഹ വ്യാഴത്തിന് രാവിലെ 7:30 നേർച്ചക്കഞ്ഞി തയ്യാറാക്കുന്നതിനുള്ള അരിയിടൽ കർമ്മം ദിലീമ ജോജോ MLA നിർവഹിക്കും. തീർത്ഥാടകർക്ക് വൻ തിരക്ക് ഒഴിവാക്കി കഞ്ഞി വിതരണം ചെയ്യാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് വികാരി ഫാദർ ജോർജ് എടയെഴുത്ത പറഞ്ഞു. ടൈം ന്യൂസ്, ചേർത്തല. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലയുടെ തീരദേശ മേഖലകളിൽ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ജില്ലയുടെ തീരപ്രദേശത്ത് ശക്തമായ കടലാക്രമണം. ആറാട്ടുപുഴ, പെരുമ്പള്ളി, പുന്നപ്ര, വിയ്യാനി, ചള്ളി, നർബോന, പറവൂർ, ഗലീലിയ, വാടക്കൽ, അറപ്പപ്പൊഴി, മത്സ്യഗന്ധി ഭാഗങ്ങളിലെല്ലാം ശക്തമായ കടലേറ്റം തീരം കവർന്നു. പലയിടത്തും കടലോരത്തു നിന്നും കാറ്റാടി ഉൾപ്പെടെയുള്ള മരങ്ങൾ നിലംപൊത്തി. കരയിൽ വെച്ചിരുന്ന പൊന്തുവള്ളങ്ങളും ചെറിയ വള്ളങ്ങളും തിരമാലയുടെ ശക്തിയിൽ ഒഴുക്കിൽപ്പെട്ടെങ്കിലും മത്സ്യത്തൊഴിലാളികൾ ഇവ പിന്നീട് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. ബുധനാഴ്ച രാത്രി വരെ ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതിപഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നു. ടൈം ന്യൂസ്, ആലപ്പുഴ. പ്രസിദ്ധമായ ചേർത്തല മരുത്തോറവട്ടം ശ്രീ ധന്വന്തിരി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കൊടിയേറി. ആയുരാരോഗ്യ ദേവനായ ശ്രീ ധന്വന്തിരി അനുഗ്രഹവർഷം തിരിയുന്ന ചേർത്തല മരുത്തോറവട്ടം ശ്രീ ധന്വന്തിരി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവുത്സവത്തിന് കൊടിയേറി. രാവിലെ 8:30 മരുത്തോറോട്ടം ശ്രീ ധന്വന്തിരി സത്സംഗത്തിന്റെ നാരായണീയ പാരായണം, വൈകിട്ട് 6-നും 7-നും മധ്യേ ബ്രഹ്മശ്രീ കടിയക്കോൽമന കൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ തൃക്കൊടിയേറ്റ് കർമ്മം നടന്നു. തുടർന്ന് ദീപാരാധന, അത്താഴപൂജ, കൊടിയേറ്റ് സദ്യ എന്നിവയും നടന്നു. 7:30 ധന്വന്തിരി ചന്ദ്രനാഥ പുരസ്കാര സമർപ്പണം നടന്നു. 7:45 മുതൽ തിരുവാതിര, 8:30 മുതൽ നൃത്തസന്ധ്യ, 9:30 മുതൽ മേജർ സെറ്റ് കഥകളി, നളചരിതം 3-ാം ദിവസം എന്നിവയും നടന്നു. ഏപ്രിൽ 22 ചൊവ്വാഴ്ച തിരുവോണം നക്ഷത്രത്തിൽ തിരുവാറോട്ടോടുകൂടിയാണ് തിരുവുത്സവം സമാപിക്കുന്നത്. തിരുവുത്സവത്തിന് മുന്നോടിയായി അഭീഷ്ടസിദ്ധിക്കായി ഭക്തജനങ്ങൾ ഭഗവാന് സമർപ്പിക്കുന്ന കഥകളി വഴിപാടുകൾ ഫെബ്രുവരി 28 മുതൽ മഹോത്സവമായി നടന്നുവരുന്നു. പ്രശസ്ത കലാകാരന്മാർ പങ്കെടുക്കുന്ന സന്താനഗോപാലം, ഗുരുദക്ഷിണ, കുചേലവൃത്തം, രുക്മിണി സ്വയംവരം തുടങ്ങിയ കഥകളി വഴിപാടുകളും തിരുവുത്സവ ദിനത്തിലെ മേജർ സെറ്റ് കഥകളി ഉൾപ്പെടെ ഏപ്രിൽ 21-ാം തീയതി ശ്രീരാമ പട്ടാഭിഷേകത്തോടുകൂടി കഥകളി മഹോത്സവം സമാപിക്കും. ക്ഷേത്രം പ്രസിഡന്റ് G. സജികുമാർ, ക്ഷേത്രം മാനേജർ J. സജി, സെക്രട്ടറി D. ജയകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തല കുളത്രക്കാട്ടുവിളി ശിവാനന്തപുരം അർദ്ധനാരീശ്വര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വാർഷികവും അലങ്കാര ഗോപുരത്തിന്റെ സമർപ്പണവും നടന്നു. ചേർത്തല കുളത്രക്കാട്ടുവിളി ശിവാനന്തപുരം അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ ഏപ്രിൽ 7 മുതൽ 15 വരെ നടന്നുവന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം സമാപിച്ചു. സപ്താഹത്തിന്റെ അവസാന ദിവസമായ ഏപ്രിൽ 15-ന് പ്രതിഷ്ഠാ വാർഷികവും നടന്നു. രാവിലെ 5-ന് നിർമാല്യ ദർശനം, തുടർന്ന് ഉഷപൂജ, ഗണപതി ഹോമം, പതിവ് പൂജകൾ, കലശാഭിഷേകം, പ്രസാദകൂട്ട് എന്നിവയും നടന്നു. വൈകിട്ട് AR അമൽരാജിന്റെ വസതിയിൽ നിന്ന് താലപ്പൊലി വരവ്, ദീപാരാധന, AR അമൽരാജ് ക്ഷേത്രത്തിന് സമർപ്പിച്ച അലങ്കാര ഗോപുരത്തിന്റെ സമർപ്പണ കർമ്മം, തുടർന്ന് 7:30-ന് ഭദ്രദീപ പ്രകാശനം എന്നിവയും നടന്നു. ഭദ്രദീപ പ്രകാശന കർമ്മം മാത്താനം അശോകൻ തന്ത്രികൾ നിർവഹിച്ചു. ഭദ്രദീപ പ്രകാശന കർമ്മത്തിന് ശേഷം പ്രസാദ ഊട്ടും നടന്നു.
ടൈം ന്യൂസ് ചേർത്തല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചുറ്റിക കൊണ്ടുള്ള അടിയേറ്റ വീട്ടമ്മ മരിച്ചു. ഭർത്താവിനും മകനും പരിക്ക്. ചേർത്തല അരൂക്കുറ്റി 1-ാം വാർഡിൽ പുളിന്താഴത്ത് ശരവണന്റെ ഭാര്യ വനജയാണ് കൊല്ലപ്പെട്ടത്. ചേർത്തല തുളവൂർ മഹാക്ഷേത്രത്തിൽ വിജിലൻസ് സംഘത്തിന്റെ പരിശോധന. ചൊവ്വാഴ്ച രാത്രി 9:30 വിജിലൻസ് പരിശോധന നടത്തിയത്. പരിശോധന രാത്രി 10:30 വരെ തുടർന്നു. മുഹമ്മയിലെ സ്വർണ്ണ വ്യാപാരിയുടെ മരണത്തിൽ രാസപരിശോധനാ ഫലം വേഗത്തിൽ ലഭ്യമാക്കണമെന്ന് ക്രൈംബ്രാഞ്ച്. ആലപ്പുഴയിൽ 2 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ കേസിൽ അന്വേഷണത്തിന്റെ ഭാഗമായി എക്സൈസ് സംഘം CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുന്നു. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പുതിയ തീയതിക്ക് അനുവാദം ചോദിച്ച് നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റി വിനോദസഞ്ചാര വകുപ്പിന് കത്ത് നൽകി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.